UDF കൺവീനർ അടൂർ പ്രകാശ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അടൂർ പ്രകാശിന് പോറ്റി സമ്മാനം കൈമാറുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. കേരളത്തിന് പുറത്തുവെച്ചും ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം. ബംഗളൂരുവിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നതെന്നാണ് വിവരം. നേരത്തെ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന പോറ്റിയുടെ ചിത്രങ്ങളും ഏറെ വിവാദമായിരുന്നു. ശബരിമല തട്ടിപ്പിൽ പോറ്റിയുടെ സഹായി രമേശ് റാവുവും അടൂർ പ്രകാശിനൊപ്പം ഉണ്ടായിരുന്നു. ബംഗളൂരുവിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ച ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഒരു കവറും രമേശ് റാവുവിൽ നിന്ന് ഒരു സമ്മാനപ്പൊതിയും ഏറ്റുവാങ്ങുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും രമേശ് റാവുവുമായി UDF കൺവീനർ പലതവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ചിത്രങ്ങൾ. ഇതോടെ അടൂർ പ്രകാശിനെതിരെയും SIT അന്വേഷണം വന്നേക്കും. അടൂർ പ്രകാശിന് പോറ്റിയും സഹായികളുമായുള്ള അടുപ്പം തെളിയിക്കുന്ന ചിത്രങ്ങൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. എന്നാൽ യാദൃശ്ചികമായ ബന്ധം മാത്രമാണ് പോറ്റിയുമായി ഉള്ളതെന്നായിരുന്നു അടൂർ പ്രകാശ് മുൻപ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ആ ന്യായങ്ങളെല്ലാം പൊളിക്കുന്നതാണ് പുതിയ ചിത്രങ്ങൾ. പോറ്റിയും പങ്കാളികളുമായി ഏത് തരം ബന്ധമാണ് തനിക്കുള്ളതെന്ന് UDF കൺവീനർ മറുപടി പറയേണ്ടി വരും. പോറ്റിയോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ അടൂർ പ്രകാശ് 2024 ജനുവരി 27 ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലെ അയ്യപ്പ ഭക്തൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബംഗളൂരുവിൽ നിന്നുള്ള രാഘവേന്ദ്ര, രമേശ് എന്നിവരും നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽ ദാനം അടൂർ പ്രകാശ് നിർവഹിക്കുന്നതാണ് ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. ന്യൂഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രത്തിലും രാഘവേന്ദ്രയും രമേശും ഉണ്ട്. 2017 പോറ്റി ഡൽഹിയിൽ സോണിയയുടെ വീട്ടിലെത്തിയതെന്നാണ് അടൂർ പ്രകാശ് മുൻപ് പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ ഈ സംഘവുമായി അടൂർ പ്രകാശിന് വർഷങ്ങളുടെ ബന്ധമുണ്ടെന്നാണ് CPM ആരോപിക്കുന്നത്. അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയത് MP-മാരായ ആന്റോ ആന്റണിയുടെയും അടൂർ പ്രകാശിന്റെയും സഹായത്തോടെയാണെന്നാണ് ആരോപണം. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചിരുന്നു. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതാണ്. കട്ടിലപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതിയായതിനാൽ ജയിൽ മോചിതനാകാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 2025 ഒക്ടോബർ 17 പോറ്റിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെന്നും ജാമ്യം നൽകണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്താണെന്നാണ് കോടതി ചോദിച്ചത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുണ്ടെന്നും വിശദമായി കുറ്റപത്രം സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. 3 ആഴ്ചയ്ക്കകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കട്ടിലപ്പാളി കേസിലും പോറ്റിക്ക് ജാമ്യം ലഭിക്കും. മറ്റു പ്രതികൾക്കും ഇതേ ആനുകൂല്യം ലഭിക്കും. ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ മാറ്റി വേറെ വെച്ചതിന്റെ സൂചനകളാണ് VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം നൽകുന്നതെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വിലപിടിച്ച ക്ഷേത്ര സ്വത്തിന്റെ ആസൂത്രിതവും ഘട്ടം ഘട്ടവുമായുള്ള കവർച്ച നടന്നതായാണ് സൂചനകൾ. 2 ദശാബ്ദമായുള്ള ക്ഷേത്രഭരണം, ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ട ആവശ്യമാണ് വന്നിരിക്കുന്നത്. കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രവും ആഴത്തിലുള്ളതുമായി അന്വേഷണം വേണമെന്നും ജസ്റ്റിസ് രാജാ വിച്ചുരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് പറഞ്ഞിരുന്നു.